കേരളത്തിലെ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങളുടെ ഐക്കൺ, യുവബുദ്ധിജീവി എന്നൊക്കെ CPM കൊട്ടിഘോഷിക്കുന്ന ഡോക്ടർ ചിന്താ ജെറോം വീണ്ടും വിവാദങ്ങളുടെ നടുവിലാണ്. പക്ഷേ ഇത്തവണ വിഷയം അവരുടെ PhD പ്രബന്ധത്തിലെ വാഴക്കുല അബദ്ധമല്ല, മറിച്ച് പൊതുമധ്യത്തിൽ അവർ നടത്തിയ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും സാംസ്കാരിക വിരുദ്ധവുമായ ഒരു മുദ്രാവാക്യം വിളിയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധത്തിനിടെ KSU പ്രവർത്തകരെ അധിക്ഷേപിക്കാൻ ചിന്താ ജെറോം തിരഞ്ഞെടുത്ത വാക്കുകൾ ഏതൊരു മലയാളിയെയും ലജ്ജിപ്പിക്കുന്നതാണ്. അമ്മമാരുടെ ചാരിത്രത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ആ മുദ്രാവാക്യം വിളിയിലൂടെ ചിന്തയുടെയും അവർ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിന്റെയും യഥാർത്ഥ സംസ്കാരമാണ് പുറത്തുവന്നിരിക്കുന്നത്. ഒരു വശത്ത് മന്ത്രി വീണ ജോർജിന്റെ അവാർഡ് വിന്നിംഗ് പ്രകടനം ICUവിൽ തുടരുമ്പോൾ, മറുവശത്ത് തെരുവുകളിൽ സ്ത്രീവിരുദ്ധതയുടെ വിഷം ചീറ്റുകയാണ് ഈ യുവനേതാവ്. വരാനിരിക്കുന്ന 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലം സീറ്റ് സ്വപ്നം കാണുന്ന ചിന്താ ജെറോം കേരളത്തിലെ അമ്മമാരെ അപമാനിച്ചുകൊണ്ട് എന്ത് രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ചിന്താ ജെറോമിന്റെ ഈ മ്ലേച്ഛമായ മുദ്രാവാക്യത്തെക്കുറിച്ചും വീണ ജോർജിന്റെ ആശുപത്രി നാടകങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ കേരളം നൽകേണ്ട മറുപടിയെക്കുറിച്ചുമുള്ള കൃത്യമായ വിശകലനമാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ ദിവസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ KSU പ്രവർത്തകർ കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്താണെന്ന് പുറത്തു വന്നിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും. വലിയ പോലീസ് സന്നാഹത്തിന്റെ സുരക്ഷാ വലയത്തിലായിരുന്ന മന്ത്രിക്ക് അടുത്തെത്താൻ പ്രതിഷേധക്കാർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഇത് വീഡിയോ കണ്ട ഏതൊരു മലയാളിക്കും ബോധ്യപ്പെടുന്ന കാര്യവുമാണ്. എന്നാൽ ഈ പ്രതിഷേധത്തിനിടയിൽ KSUക്കാരുടെ ആക്രമണമുണ്ടായെന്നും മന്ത്രിയുടെ കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റു എന്നും ചൂണ്ടിക്കാട്ടി മന്ത്രി സർക്കാർ ആശുപത്രിയുടെ ICUവിൽ കഴിയുകയാണ്. മുറിയിൽ അഡ്മിറ്റ് ആവേണ്ട മന്ത്രി എന്തിനാണ് ICUവിൽ കയറി കിടക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ആ സർക്കാർ ആശുപത്രിയിൽ ICUവിൽ മാത്രമായിരിക്കും കൂടുതൽ സൗകര്യമുള്ളത് എന്നതുകൊണ്ടാവാം. എന്തായാലും ഈ സംഭവത്തിൽ KSU നേതാക്കളെ പ്രതി ചേർത്ത് വധശ്രമ കുറ്റം ചുമത്തി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യം ഒരു രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമായി കണ്ടുകൊണ്ട് ഉടനടി തന്നെ കേരളത്തിലുടനീളം DYFIയുടെയും SFIയുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ഇതിൽ കൊല്ലത്ത് നടന്ന പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ ചിന്താ ജെറോമായിരുന്നു. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിൽ മുകേഷിന്റെ പിൻഗാമിയായി ചിന്താ ജെറോം മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉള്ളതിനാൽ തന്നെ കൊല്ലം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അവരുടെ പ്രധാന പ്രവർത്തനങ്ങളെല്ലാം. ചിന്താ ജെറോം നയിച്ച ആ പ്രതിഷേധ പ്രവർത്തനത്തിനിടയിൽ SFI നേതാക്കൾ വിളിച്ചുകൊടുക്കുകയും ചിന്താ ജെറോം ഏറ്റുവിളിക്കുകയും ചെയ്ത ഒരു മുദ്രാവാക്യമുണ്ട്. ശാസ്ത്രീയമായി നോക്കിയാൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിലൂടെയാണല്ലോ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. എന്നാൽ ഇവിടെ പ്രതിഷേധക്കാരെ അധിക്ഷേപിക്കാൻ ഉപയോഗിച്ചത് അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികൾ എന്ന മുദ്രാവാക്യമാണ്. ഇത് കേവലം KSU എന്ന സംഘടനയിലെ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള ഒരു വിമർശനമല്ല, മറിച്ച് കേരളത്തിലെ ഓരോ അമ്മമാർക്കും സ്ത്രീകൾക്കും നേരെ നടത്തുന്ന അതിക്രൂരമായ അധിക്ഷേപമാണ്. നമ്മുടെ കുടുംബ വ്യവസ്ഥിതിയിൽ ഭർത്താവില്ലാത്ത നേരത്ത് ഒരു ഭാര്യ കുഞ്ഞിന് ജന്മം നൽകി എന്ന് പറയുന്നത് അവരുടെ ചാരിത്രശുദ്ധിയെ സംശയനിഴലിലാക്കുന്ന പരാമർശമാണ്. സ്ത്രീപക്ഷവാദിയെന്നും ഇടതു ബുദ്ധിജീവിയെന്നും അവകാശപ്പെടുന്ന ചിന്താ ജെറോമിനെ പോലെയൊരു വനിതാ നേതാവ് ഇത്തരം തരം താഴ്ന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കുമ്പോൾ ഇവരൊക്കെ നമ്മുടെ സംസ്കാരത്തിന് എത്രമാത്രം അപമാനമാണെന്ന് ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടതുണ്ട്. രാഷ്ട്രീയ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ ആർക്കും അവകാശമുണ്ട്. എന്നാൽ അത് സ്ത്രീത്വത്തെയും മാതൃത്വത്തെയും ഇത്തരത്തിൽ അപമാനിച്ചുകൊണ്ടാവരുത്. നാം ഇന്ന് ഗൗരവമായി ചർച്ചാവിഷയമാക്കേണ്ടത് ചിന്താ ജെറോമിന്റെ മനസ്സിലുള്ള ചില മൂല്യങ്ങളെക്കുറിച്ചും അവരുടെ മനോഭാവങ്ങളെക്കുറിച്ചുമാണ്. ചിന്താ ജെറോം ഉൾപ്പെടെയുള്ളവർ പ്രതിനിധീകരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ ആശയത്തെക്കുറിച്ച് നാം ഈ ഘട്ടത്തിൽ ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. കേരളത്തിലെ കലാലയങ്ങളിൽ അക്രമങ്ങൾക്കും റാഗിങ്ങിനും നേതൃത്വം നൽകുന്ന ഒരു സംഘടനയായി SFI മാറിയിരിക്കുന്നു. പുരോഗമന ചിന്താഗതി എന്ന പേരിൽ അവർ ക്യാമ്പസുകളിൽ നടത്തുന്ന പല പരിപാടികളും ചിത്രങ്ങളും ഒരു സാധാരണ മലയാളിക്ക് ഉൾക്കൊള്ളാനാവില്ല. ഈ SFIയിലൂടെ തന്നെയാണ് ചിന്താ ജെറോമും രാഷ്ട്രീയമായി ഉയർന്നു വന്നിട്ടുള്ളത്. ഇതേ പാരമ്പര്യം തന്നെയാണ് ഇന്നലെ അമ്മമാരെ അവഹേളിക്കുന്ന മുദ്രാവാക്യം വിളിയിലൂടെ അവർ വീണ്ടും ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഇവിടെ നാം മറ്റൊരു കാര്യം കൂടി ഓർക്കണം. 2026 പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കുകയാണെങ്കിൽ ചിന്താ ജെറോമിനെ പോലുള്ള നേതാക്കൾ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് MLAമാരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ മന്ത്രി പദവിയിലേക്ക് പോലും എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരുപക്ഷെ CPM നൽകാൻ പോകുന്നത് വിദ്യാഭ്യാസ വകുപ്പോ അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പോ ആകാം. ഇത്തരം വനിതാ കഥാപാത്രങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പുകൾ ഭരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അത് കേരളത്തിന്റെ സംസ്കാരത്തിന് എത്രമാത്രം വലിയ അപകടമാണ് ഉയർത്തുന്നതെന്ന് നാം തിരിച്ചറിയണം.
ചിന്ത ജെറോമിനെ പോലെ വൃത്തികെട്ട സ്ത്രീവിരുദ്ധ സമീപനമുള്ള ഒരു യുവതി ഒരു കാരണവശാലും ജനപ്രതിനിധിയാകുവാൻ പാടില്ല എന്ന തീരുമാനം ഈ മുദ്രാവാക്യത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും കേരളം കൈക്കൊള്ളേണ്ടതാണ്. ചിന്ത ജെറോം എന്ന പ്രതിഭാസം ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല എന്ന് നാം പറയേണ്ടി വരും. ഇത്തരം മനോവൈകൃതമുള്ള ഒരു പിടി നേതാക്കളെ, അല്ലെങ്കിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര നേതാക്കളെ കേരളത്തിലെ SFIയുടെയും DYFIയുടെയും നേതൃനിരയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്തരക്കാരാവരുത് കേരളത്തിന്റെ ഭരണചക്രം നിയന്ത്രിക്കേണ്ടത് എന്ന തിരിച്ചറിവ് ഉണ്ടായാൽ നല്ലത്. എന്തുതന്നെയാണെങ്കിലും DYFI പ്രകടനത്തിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനം ശക്തമായതിനെ തുടർന്ന് പോലീസ് നടപടിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച് ജാഥ നടത്തിയെന്ന പരാതിയിൽ ഇപ്പോൾ ചിന്ത ജെറോമിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. സമൂഹത്തിൽ സ്പർദ്ധ ഉളവാക്കി കലഹം സൃഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടെ സംഘം ചേർന്നു എന്നൊക്കെയാണ് FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചിന്ത ജെറോം അടക്കം 56 പേർക്കെതിരെയാണ് കൊല്ലം ഇരവിപുരം പോലീസ് കേസെടുത്തിട്ടുള്ളത്. കോൺഗ്രസ് കൊല്ലൂർവിള മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് റിയാസുദ്ദീൻ റാവുത്തറുടെ പരാതിയിലാണ് ഈ നിയമ നടപടി ഉണ്ടായിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ നൽകിയിരിക്കുന്ന പരാതിയിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരായവരെ കണ്ടെത്തി ചിന്ത ജെറോമിനെയൊക്കെ ജയിലിലടയ്ക്കാൻ സർക്കാർ തയ്യാറാവുകയാണെങ്കിൽ അവർക്ക് സുഖസുന്ദരമായി അടുത്ത പ്രാവശ്യം ഭരണം നേടാൻ സാധിക്കുമെന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഇത്തരം ആളുകളെ സംരക്ഷിച്ചു നിർത്തുന്നതാണ് പാർട്ടിയോട് സാധാരണ ജനങ്ങൾക്കുള്ള വെറുപ്പിന് പ്രധാന കാരണമായി മാറുന്നത്. എന്തു ചെയ്താലും ഇടതുപക്ഷം ന്യായീകരിക്കുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് യാതൊരുവിധ മടിയുമില്ലാതെ ഇത്തരം വൃത്തികെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എല്ലാ നേതാക്കളും ശ്രമിക്കുന്നു. ശരിക്കും വിമർശനങ്ങൾ വേണ്ട സ്ഥലത്ത് അവരെ തിരുത്താനും തക്കതായ നടപടി രാഷ്ട്രീയ താൽപര്യങ്ങൾ നോക്കാതെ എടുക്കാനും ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ഇടതുപക്ഷം വലിയൊരു ഭീഷണി ഉയർത്തുകയും വീണ്ടും ജയിച്ചു കയറാനായി അവർക്ക് സാധിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് മറിച്ചാണ്. അന്ധമായ ന്യായീകരണവും അക്രമ രാഷ്ട്രീയവും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതിലൂടെ സ്വന്തം കുഴി തോണ്ടുകയാണ് ഇവർ ചെയ്യുന്നത്. ഈ കേസിന്റെ ഗതി എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ അഭിനയത്തെക്കുറിച്ചുകൂടി 2 വാക്ക് പറയേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് വീണ ജോർജിന് അവർ നടത്തിയ പ്രകടനത്തിന്റെ പേരിൽ നൽകേണ്ടതാണ്. വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ജനാധിപത്യപരമായ രീതിയിൽ അവർക്ക് നേരെ പ്രതിഷേധിക്കുവാൻ എത്തിയ പ്രതിപക്ഷ യുവജന സംഘടനയിലെ പ്രവർത്തകരോട് ആക്രോശിച്ചുകൊണ്ട് ഒരു തെരുവ് ഗുണ്ടയുടെ ശരീരഭാഷയോടുകൂടി വെല്ലുവിളി നടത്തി പാഞ്ഞെടുക്കുന്ന ഒരു മന്ത്രിയെയാണ്. ഇത്തരത്തിൽ ഒരു മന്ത്രിയാണോ കേരളത്തിന്റെ വനിതാ ശിശുക്ഷേമ ആരോഗ്യ വകുപ്പുകൾ ഭരിക്കേണ്ടത് എന്നുകൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇടതുപക്ഷത്തിന്റെ വനിതാ മുഖങ്ങൾ എന്ന് പറയുന്ന ചിന്ത ജെറോമും വീണ ജോർജും എല്ലാം കൃത്യമായ ചില മുന്നറിയിപ്പുകളാണ് കേരളത്തിന് നൽകുന്നത്. ഇനിയും അവർക്ക് ഈ നാട് ഭരിക്കുവാൻ അവസരം ലഭിച്ചാൽ ഈ നാടിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ മാത്രമല്ല, സാമ്പത്തിക അടിത്തറയെയും യുവജനങ്ങളുടെ ജോലി സ്വപ്നങ്ങളെയും മാത്രമല്ല, ഈ നാടിനെ തന്നെ അവർ വിറ്റുമുടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.